നമ്മൾ പേടിക്കേണ്ടതാണെന്ന്. ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ എന്തിനാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പേടിക്കണം. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒന്നാം തരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത്. ഭയങ്കരമായ ആള്, വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അതുകൊണ്ട് ശരിയായി കേരളത്തിൽ മതനിരപേക്ഷത പറയുന്നവർ ഞങ്ങളാണ് ഉറച്ച മതനിരപേക്ഷവാദികൾ. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ബംഗ്ലാദേശിനെ കുറിച്ച് ആലോചിച്ച് കൺസേൺ ആയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ കുറിച്ച് ആലോചിച്ച് കണ്ണീര് വാർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പോ എന്തിനാണോ അവരെ കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴുള്ള ഇന്ത്യയിൽ നിലനിന്നുകൊണ്ട് ആ രാജ്യത്ത് നടക്കുന്ന പ്രശ്നത്തെ കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കില്ല. 1% പോലും ഇല്ല. കാരണം ഇപ്പോ ഇന്ത്യയില് അത്തരം സിറ്റുവേഷൻ ആണ്. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.